Merhaba arkadaşlar. ഈ എപ്പിസോഡിൽ ടർക്കിഷിലെ പൊസസീവ് സഫിക്സുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു വസ്തു ആരുടേതാണെന്ന് സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരാളുടെ ഓണർഷിപ്പ് സൂചിപ്പിക്കാനാണ് പൊസസീവ് സഫിക്സുകൾ ഉപയോഗിക്കുന്നത്. അതായത് ഇംഗ്ലീഷിൽ മൈ പെൻ ഓർ യുവർ ഹോം എന്ന രീതിയിലുള്ള സെന്റൻസസ് ടർക്കിഷിൽ എങ്ങനെ ഫോം ചെയ്യാം എന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ആദ്യമായി ടർക്കിഷിലെ പൊസസീവ് പ്രോനൗൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബെനിം, 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 മൈ. സെനിൻ, സെനിൻ, യുവർ. ഒനുൻ, ഒനുൻ, ഹിസ് or her or its. Onun. Bizim, bizim, our. Sizin, sizin, your. Onların, onların, their. ഇതിലെ ഓരോ പൊസസീവ് പ്രോനൗണിനും അതിൻ്റെതായ പൊസസീവ് സഫിക്സുകളുണ്ട്. ഉദാഹരണത്തിന് ബെനിം എന്നതിൻ്റെ സഫിക്സ് ഉം, സെനിൻ, സെനിൻ, ഉൻ, ഒനുൻ, സ്, bizim, ımız, ımız, sizin, ınız, ınız, onların, ları, ları. ഈ സഫിക്സുകളെല്ലാം ടർക്കിഷിലെ 4-way വവൽ ഹാർമണി റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പദത്തിലെ അവസാനത്തെ വവൽ ലെറ്ററിനനുസരിച്ച് ഈ സഫിക്സുകളെല്ലാം 4 രൂപത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. അതിൽ ആദ്യത്തേത് ബെനിം എന്നതിന് ഇം, ഓർ ഇം. സെനിൻ, ഇൻ, ഉൻ, ഓർ ഇൻ. ഒനുൻ, സ്, സി, സു, or su. Bizim, ımız, imiz, umuz, or ümüz. Sizin, ınız, iniz, unuz, or ünüz. Onların, ları, or leri, ları, or leri. മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായി ഓൺലാറൻ എന്ന പൊസസീവ് പ്രോനൗണിന്റെ സഫിക്സ് 2-way വവൽ ഹാർമണിയാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓൺലാറൻ എന്നതിന് 2 രൂപത്തിലുള്ള സഫിക്സ് ആണ് ഉള്ളത്. ലാറ് ഓർ ലെരി, ലാറ് ഓർ ലെരി. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ സഫിക്സുകളുടെ ബ്രാക്കറ്റിലുള്ള ലെറ്റർ ഉപയോഗിക്കേണ്ടത് ഒരു പദത്തിന്റെ അവസാനത്തിൽ കൺസണന്റ് വരുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ ബെനിം, കലമിൻ, ബെനിം, കലമിൻ, മൈ പെൻ. ഇവിടെ കലം എന്ന പദത്തിലെ ലാസ്റ്റ് ലെറ്റർ ഒരു കൺസണന്റ് ആയതുകൊണ്ടാണ് ബെനിം, കലമിം എന്ന് പറയുന്നത്. ഇനി ഒരു പദത്തിലെ അവസാനത്തെ ലെറ്റർ വവൽ ആവുകയാണെങ്കിൽ പൊസസീവ് സഫിക്സിലെ ബ്രാക്കറ്റിലുള്ള ലെറ്റർ ഒഴിവാക്കി വേണം പറയാൻ. ഫോർ എക്സാമ്പിൾ സെനിൻ, ചാന്ദാൻ, സെനിൻ, ചാന്ദാൻ, യുവർ ബാഗ്. ചാന്ദ എന്ന പദത്തിലെ അവസാനത്തെ ലെറ്റർ ഒരു വവലാണ് ആ. അതുകൊണ്ട് തന്നെ
എന്ന സഫിക്സിലെ റിമൂവ് ചെയ്താണ് പറയേണ്ടത്. ചാന്താൻ